സാറെ, ഗാസ സമാധാന സേനയിൽ പാകിസ്ഥാന്റെ പങ്കാളിത്തത്തെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പാകിസ്ഥാനെ ഉൾപ്പെടുത്തുമെന്ന് ട്രംപും പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയാൽ ഞങ്ങൾ തടയുമെന്ന് ഇസ്രായേലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത ഗാസ പീസ് ഫോഴ്സിൽ പാകിസ്ഥാന്റെയും സൈന്യം ഉണ്ടെന്നാണ്, അല്ലേ? എന്താ അതിന്റെ സത്യത്തിൽ പീസ് ഫോഴ്സ് എന്നല്ല, അതായത് പീസ് ബോർഡ്, പീസ് ബോർഡ് എന്ന് പറഞ്ഞൊരു സംഗതി UN ഐക്യരാഷ്ട്രസഭ പോലെ വേറൊരു പീസ് ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗാസയിൽ തുടങ്ങിയിട്ട് അത് രാജ്യാന്തര കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ. എന്നിട്ട് ഒരു 60ഓളം രാജ്യങ്ങൾക്ക് ക്ഷണം അയച്ചു. ഇന്ത്യക്ക് ക്ഷണം കിട്ടി. അപ്പോൾ ചൈന അതിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഒഴിവായി കഴിഞ്ഞു. അത് ഗാസ പീസ് ബോർഡ് എന്നാണ് അതിന് പറയുന്നത്. അതിന്റെ ചെയർമാൻ, ആയുഷ്കാല ചെയർമാൻ ട്രംപാണ്. അയാളുടെ മരുമകൻ ജാറദ് കുഷ്നർ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ജോലിയായിട്ടൊക്കെ ഉണ്ട്. എക്സിക്യൂട്ടീവ് ഉണ്ട്, ആ ബോർഡിന് ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ അതിൽ ചേരുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ അതിലിപ്പോൾ ഉണ്ടല്ലോ. പാകിസ്ഥാൻ കാരണം $1 ബില്യൺ കൊടുക്കണം എന്ന്. ആദ്യത്തെ 3 കൊല്ലം ഫ്രീ, അത് കഴിഞ്ഞ് സ്ഥിരാംഗത്വത്തിന് $1 ബില്യൺ കൊടുക്കണം എന്ന്. ഇതൊക്കെ കൊടുക്കാൻ തയ്യാറായിട്ടാണ് ഈ പാകിസ്ഥാൻ, ഈ ദരിദ്രവാസിയായ പാകിസ്ഥാൻ, ഈ വായ്പ മേടിച്ച് കഴിയുന്ന പാകിസ്ഥാൻ ഇപ്പോൾ റെഡിയായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പീസ് ബോർഡിൽ പാകിസ്ഥാൻ ഉള്ളത് കൊണ്ട് അവിടെയുള്ള ഇനി പീസ് ഫോഴ്സിലും രാജ്യാന്തര സേനയിലും പാകിസ്ഥാൻ ഉണ്ടാവും. 10,500 പേരുണ്ടാവുന്നതാണല്ലോ. ഹമാസിനെ ചെറുക്കാനുള്ള സേനയിൽ പാകിസ്ഥാനും വരുന്നുള്ളത് ഉറപ്പാണ്. ഇതിപ്പോൾ ദാവോസിൽ എങ്ങനെയായിരിക്കും ഗാസ ഇനി ഈ കാശ് മുടക്കി, ഈ കാശൊക്കെ ഗാസയിൽ ഇറക്കും, ആളുകൾ കൊടുക്കുന്ന $1 ബില്യൺ വെച്ച് ഇത്രയും രാജ്യങ്ങൾ കൊടുക്കുമ്പോൾ ഇതൊക്കെ അവിടെ മുടക്കുന്നു പറഞ്ഞിട്ട് സ്ലൈഡ് ഷോ ദാവോസിൽ ഇന്നലെ ഉണ്ടായിരുന്നു. അമ്പരചുംബികളൊക്കെ ഉള്ള ഒരു ഗാസ, മെഡിറ്ററേനിയൻ തീരത്തൊക്കെ അമ്പരചുംബികളൊക്കെ ആയിട്ടൊരു ഗാസ, അതിൻ്റെ സ്ലൈഡ് ഷോ ഇന്നലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ ഈ പീസ് ബോർഡിൽ 37 രാജ്യങ്ങൾ ആണുള്ളത്. അതിൽ 8 ഇസ്ലാമിക രാജ്യങ്ങളാണ് ഉള്ളത്, പാകിസ്ഥാൻ ഉൾപ്പെടെ. അപ്പോൾ ബോർഡ് ഓഫ് പീസ് എന്നാണ് ഇതിന്റെ പേര്. ഖത്തർ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, സൗദി അറേബ്യ, UAE. സൗദി അറേബ്യ മാത്രമല്ല, ഇതിൽ UAEയും കൂടി ഉണ്ട്. ശത്രു രാജ്യങ്ങളാണെങ്കിലും ഇതിൻ്റെ അകത്തുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു സംയുക്ത പ്രസ്താവനയും ഇറക്കിയിരുന്നു. നോർവേ ഇല്ല, സ്വീഡൻ ഇല്ല, ഫ്രാൻസ് ഇല്ല, സ്ലൊവേനിയ ഇല്ല, ഇറ്റലി ഇല്ല, UK ഇല്ല, റഷ്യ ഇല്ല, യുക്രൈൻ ഇല്ല, ചൈന ഇല്ല, ഇന്ത്യ ഇല്ല ഇതില് ഇതുവരെ. അപ്പോൾ 37 രാജ്യങ്ങളാണെന്ന് ഇത് ഇപ്പൊ ഏതാണ്ട് ഒരു അവസാന രൂപം ഉണ്ട് അതിലുള്ളത്. 60 രാജ്യങ്ങൾക്കാണ് ക്ഷണം അയച്ചിരുന്നത്. ഇസ്രയേൽ, അർജന്റീന, അർമീനിയ, അസർബൈജാൻ, ബഹ്റൈൻ, ബെലാറസ്, ഹംഗറി, കസാക്കിസ്ഥാൻ, കൊസോവോ, മൊറോക്കോ, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം, ഇവരൊക്കെ ഇതിൻ്റെ അകത്ത് അംഗങ്ങളായിരിക്കും എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. 19 സ്ഥാപകാംഗങ്ങൾ ആണ് ഈ ബോർഡിന് ഉള്ളത്, ബോർഡ് ഓഫ് പീസിനുള്ളത്. ട്രംപാണ് ചെയർമാൻ. പാകിസ്ഥാന് $2.5 ബില്യൺ UAE വായ്പയുണ്ട്. അത് IMF $7 ബില്യൺ വായ്പയുണ്ട്. ഇതിൽ നിന്നാണ് ഇനി $1 ബില്യൺ അങ്ങോട്ട് അമേരിക്കയ്ക്ക് പീസ് ബോർഡിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ മുനീറും ഷെറീഫും ദാവോസിൽ 2 പേരും ഉണ്ടായിരുന്നു ട്രംപ് വരുന്നത് കൊണ്ട്. പാകിസ്ഥാന്റെ ഈ അംഗത്വം ഇസ്രയേലിന് സമ്മതമല്ല എന്ന് ഇസ്രയേലിന്റെ ഇന്ത്യയിലെ സ്ഥാനപതി റൂവൻ പറഞ്ഞത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ്. മാത്രമല്ല, ഈ തുർക്കിയും ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് ഇസ്രയേലിന് വലിയ താല്പര്യമുള്ള കാര്യമല്ല. റൂബൻ അസർ പാകിസ്ഥാനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹമാസിന്റെ നേതാക്കൾ POKയിലും പാകിസ്ഥാൻ പഞ്ചാബിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഹമാസും പാകിസ്ഥാനും തമ്മിൽ നിരന്തരമായിട്ടുള്ള ബന്ധമുണ്ട്. ഹമാസിന് ലഷ്കർ-e-തയ്ബ, ജെയ്ഷെ മുഹമ്മദ്
ഇതുമൊക്കെയായിട്ട് ഈ ഭീകര സംഘങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ശ്രദ്ധിക്കണം, പാകിസ്ഥാൻ ഈ ബോർഡിൽ ഉണ്ടാകരുത്, ഗാസ ബോർഡിൽ ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ഈ ഒരു ഇൻ്റർവ്യൂവിൽ റൂവൻ അസർ, ഇസ്രയേലിൻ്റെ ഡൽഹിയിലെ സ്ഥാനപതി, വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷെ ട്രംപ് അത് മൈൻഡ് ചെയ്തിട്ടില്ല, പാകിസ്ഥാനെ ഇതിൻ്റെ അകത്ത് അംഗമാക്കിയിട്ടുണ്ട്. അസർബൈജാൻ വന്നിട്ടുണ്ട്, ഹംഗറി ഇതിൻ്റെ അകത്തുണ്ട്. വിക്ടർ ഓർബൻ, ട്രംപിൻ്റെ വലിയ വലങ്കയായിട്ട് നടക്കുന്ന ആളാണ് ഹംഗറിയുടെ. കഴിഞ്ഞ കൊല്ലം അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു. മട്ടാഞ്ചേരിയിൽ ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന ചിത്രമൊക്കെ വന്നിരുന്നു വിക്ടർ ഓർബന്റെ. അപ്പൊ ന്യൂ ഗാസ എന്ന് പറഞ്ഞ സ്ലൈഡ് ഷോ ആണ് ഇന്നലെ ദാവോസിൽ ഉണ്ടായിരുന്നത്. അതില് മെഡിറ്ററേനിയൻ തീരത്ത് നേരത്തെ പറഞ്ഞ പോലെ അമ്പരചുംബികൾ റഫ, അവിടെയായിരിക്കും ആദ്യത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. റഫയിൽ ഹൗസിംഗ് എസ്റ്റേറ്റുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാർഷിക വ്യവസായ രംഗങ്ങളൊക്കെ പുനരുജ്ജീവിപ്പിക്കും. 21 ലക്ഷം പേരാണ് അവിടെ ഉണ്ടാവുക ഗാസയിൽ. ജാറേദ് കുഷ്നർ ആ സ്ലൈഡ് ഷോയിൽ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 90,000 ടൺ വെടിക്കോപ്പുകൾ ഗാസയിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് യുദ്ധത്തിന്റെ ഭാഗമായിട്ട്. 90,000 ടൺ വെടിക്കോപ്പുകൾ, ബോംബ്, മിസൈൽ തുടങ്ങിയ സംഭവങ്ങൾ. 6 കോടി ടൺ അവശിഷ്ടം ഇനി ക്ലീൻ ചെയ്ത് കളയാനുണ്ട്. 6 കോടി ടൺ. അപ്പോൾ കോസ്റ്റൽ ഒരു ടൂറിസം അവിടെ ഡെവലപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. 150 ടവറുകൾ ഈ സ്ലൈഡ് ഷോയിൽ കാണുന്നുണ്ട് മെഡിറ്ററേനിയൻ തീരത്ത്. എയർപോർട്ട്, സീപോർട്ട് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈജിപ്ത് അതിർത്തിയിൽ ആദ്യം റഫയാണ് വികസിപ്പിക്കുക, ബാക്കി 4 ഘട്ടമായിട്ടായിരിക്കും വികസനം. 1 ലക്ഷം വീടുകൾ അവിടെ ഉണ്ടാക്കും, 200 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കും, 75 മെഡിക്കൽ ഫെസിലിറ്റീസ്, ആശുപത്രികൾ എന്ന് പറയാം, ക്ലിനിക്കും എല്ലാമായിട്ട്. ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു സ്ലൈഡ് ഷോയിൽ ന്യൂ ഗാസ എന്ന് പറഞ്ഞുണ്ടായി. നമ്മൾ ഇതിൽ ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാര്യം 8 ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അതിൽ പാകിസ്ഥാനും ഉണ്ട്, UAE ഉണ്ട്, സൗദിയും ഉണ്ട്. ഇതിലേറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു പക്ഷേ ഇത് നാറ്റോയേക്കാളും വലിയ സഖ്യമാണ്. നാറ്റോയിൽ 32 രാജ്യങ്ങൾ, ഇത് 37 ഒന്ന്. രണ്ടാമത്തെ കാര്യം 60 രാജ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. 60 രാജ്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. പകരം വേറെ ആരെങ്കിലും ഒക്കെ ചേർക്കാം. എന്തായാലും ചേർക്കുന്നത് ഒരു പുതിയ ജിയോ പൊളിറ്റിക്സിൽ ഒരു വലിയ മാറ്റമായിട്ട് കാണണം. ഒന്നാമത്തെ കാര്യം, നാറ്റോയും യൂറോപ്യൻ യൂണിയനും ഏതാണ്ട് അമേരിക്കയെ സമ്പൂർണ്ണമായി പിന്തുണക്കാത്ത, പലപ്പോഴും തള്ളിപ്പറഞ്ഞ ഘട്ടത്തിലാണ്. വേറൊരു കാര്യം, അല്ല, ഇത് UN തന്നെ പകരമായിട്ടൊരു രാജ്യാന്തര സംഘടനയായിട്ട് വരികയാണ്. ഒന്ന് അങ്ങനെ. 2, എനിക്ക് തോന്നുന്നു ഇപ്പൊ ട്രംപ് ഉൾപ്പെടെയുള്ള ഈ ചേർന്നിരിക്കുന്ന അംഗരാജ്യങ്ങൾക്ക് മുഴുവൻ ഭരണം നഷ്ടപ്പെട്ടാൽ പോലും സമാന്തരമായി ലോകത്തിന്റെ ഒരു ഭരണകൂടമായി നിൽക്കാൻ അപ്പോഴും ട്രംപിന്റെ മരുമോനൊന്നും മാറാനിടയില്ല. അപ്പൊ എല്ലാ കാലത്തും ലോകത്തെ ഭരിക്കുന്ന ഒരു ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോയാലും ഇതിന്റെ അകത്ത് ചെയർമാനായിട്ട് അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഭരണകൂടങ്ങൾക്ക് അതീതമായ ഒരു ആഗോള ശക്തിയായിട്ട് നിൽക്കും. പിന്നെ നിലനിൽക്കുന്ന വേറൊരു ചോദ്യം എന്താ വെച്ചാൽ, പ്രധാനപ്പെട്ട ഇതിന്റെ വരുമാനമാണ്. ആലോചിച്ച് നോക്കൂ, ഇപ്പോ നാറ്റോ സഖ്യരാജ്യങ്ങളുടെ ഒരു നിബന്ധന അവർ തന്നെ ബൈലോയിൽ പറയുന്നത് നമുക്കറിയാലോ. അതായത് അവരുടെ GDPയുടെ ഓരോ വർഷവും അവരുടെ GDPയുടെ 2% നാറ്റോ കൊടുക്കണം. നാറ്റോ കൊടുക്കണം എന്ന് വെച്ചാൽ നേരിട്ട് അമേരിക്കക്ക് കൊടുക്കണം എന്നാണ്. അതിന് ഇപ്പോൾ ട്രംപ് പുതിയ കാലത്ത് പ്രതിസന്ധി വന്നപ്പോൾ ഉയർത്തിയ അത് 2 ഉള്ളത് 5 ആക്കണം എന്നാണ്. അപ്പൊ തന്നെ നാറ്റോ സഖ്യങ്ങൾ പല രാജ്യങ്ങൾ 2 പോലും ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. റഷ്യയുമായുള്ള ബന്ധത്തിൽ യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ അമേരിക്ക പറഞ്ഞെടുത്ത് നിന്നിട്ടില്ല. അത് ഉക്രൈൻ യുദ്ധത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അമേരിക്കയുടെ വലിയൊരു വരുമാന സ്രോതസ്സായി ആണ് യഥാർത്ഥത്തിൽ ഈ സഖ്യങ്ങൾ, നാറ്റോ ആയാലും. അതായത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്, ഈ മാഷ് പറഞ്ഞു വെച്ചു സംഭവിക്കാൻ പോകുന്നത്, നാറ്റോയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങും. പിന്നെ അതൊരു യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടമാവും. അവർ അവരുടേതായ GDPയുടെ 2%, 5% അവർ ആയുധങ്ങൾ മേടിച്ചോളും. പോളണ്ട് ഇപ്പോൾ 5% ആക്കിയിട്ടുണ്ട്. അത് പോളണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഭീഷണി റഷ്യയിൽ നിന്നുള്ളത്.
പിന്നെ ഉള്ള ഇത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ താവളങ്ങളുണ്ടല്ലോ യെസ്. ലോകത്ത് പല സ്ഥലത്തുള്ള അതിൽ ആവശ്യമില്ലാത്തതെന്ന് തോന്നുന്നതൊക്കെ ആ പിൻവലിക്കും. താവളങ്ങൾ ഇതൊക്കെ വലിയ ചെലവാണ് പല സ്ഥലത്തും. പല സ്ഥലത്തും താവളത്തിന് അതത് രാജ്യം, ഉദാഹരണത്തിന് ജപ്പാനിലാണെങ്കിൽ ജപ്പാൻ തന്നെയാണ് മുടക്കുന്നത് അമേരിക്കയ്ക്ക്. പക്ഷേ ഈ അമേരിക്കൻ ഭടന്മാരെയൊക്കെ പല സ്ഥലത്തും ഇപ്പോൾ ഗൾഫ് മേഖലയിൽ തന്നെ 50,000 പേര് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വികസിപ്പിക്കുക, അവരുടെ യുദ്ധക്കപ്പലുകൾ, വിമാനങ്ങളൊക്കെ പല സ്ഥലത്ത് വിന്യസിക്കുക, ഇതൊക്കെ വലിയ ചിലവാണ്. $40 ട്രില്യൺ അമേരിക്കയുടെ കടം. അപ്പോൾ ഇതൊക്കെ കെട്ടിപ്പൂട്ടിയിട്ട് ഇങ്ങനെ ഒരു രാജ്യാന്തര സംഘടനയുമായിട്ട് നിൽക്കാനാണ് ട്രംപിന്റെ ഉദ്ദേശം എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അവസാനമായിട്ട് അതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇതൊക്കെ ട്രംപിന്റെ തമാശകളോ ട്രംപിന്റെ സ്വപ്നങ്ങളോ ആയിട്ട് എഴുതി തള്ളിയ ഒരു സാധനമാണ്. ഗാസ ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് സിറ്റി ആക്കും, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റും. അത് നടപ്പാക്കാൻ പോകുന്നു എന്നല്ലേ ഇപ്പൊ ഈ വീഡിയോ അല്ലേ? നടപ്പാക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് ആണല്ലോ ട്രംപിന്റെ ബിസിനസ്. ജാറേദ് കുഷ്നർ അന്നേ പറഞ്ഞതല്ലേ അതൊരു റിവേറയാക്കുന്നു. റിവേറ അത് തന്നെ വരാൻ പോകുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ട്രംപ് മണ്ടത്തരമാണ് വിളിച്ചു പറഞ്ഞത്, അതൊന്നും സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു ലോകം മാറുകയാണ്. ട്രംപിന്റെ പ്ലാനുകൾ മുഴുവൻ ഒന്നൊന്നായി നടപ്പാക്കി വരികയാണ്. ഒരു പക്ഷേ ഇസ്രായേലിന് പോലും ചെറുക്കാൻ പറ്റാത്ത തരത്തിലാണ്. ആ ബോർഡിൽ പാകിസ്ഥാനെ ചേർക്കേണ്ട വല്ല കാര്യമുണ്ട്. ചേർക്കുമെന്ന് അമേരിക്ക തീരുമാനിച്ചാൽ അത് നടക്കും എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പോകുന്നത് വളരെ കൃത്യമാണ്. എനിക്ക് തോന്നുന്നു പലസ്തീൻ, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്, പലസ്തീൻ ഇല്ലാത്ത, ഇനി പലസ്തീൻ ഉണ്ടെങ്കിൽ തന്നെ ഗസയെ, ഈ പറഞ്ഞ അപകടം പിടിച്ച ഭീകരവാദികളുടെ കേന്ദ്രമായിരുന്ന ഗസയെ സമ്പൂർണമായും പലസ്തീനിൽ നിന്ന് മോചിപ്പിച്ച് ഒരു സ്വതന്ത്ര ആഗോള സിറ്റി റിവേറെ ആക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പണി തുടങ്ങുന്നു അതിന്റെ അർത്ഥം. മാത്രമല്ല ആയിരിക്കുന്നു. മാത്രമല്ല അത് ആരുടെ ചെലവിലാണ്? 8 സമ്പന്ന അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഈ 37 രാജ്യങ്ങളെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കുന്നു. അവരുടെ പണം വാങ്ങി ട്രംപിന്റെ പെട്ടിയിലിട്ട് ട്രംപിന്റെ ഒരു ആഗോള സിറ്റി വരുന്നു എന്നതുകൂടിയാണിത്. നമ്മൾ കാണുന്നത് പുതിയ ജിയോ പൊളിറ്റിക്സിൽ നമ്മളെപ്പോഴും പറയുന്നത് ഒരു മൾട്ടി പോളാർ ലോകം വരും എന്നാണ്. അതിനെ മറികടക്കാൻ ഒരു എന്താണ് പറയുക, എക്സ്ട്രാ പോളാർ എന്ന് പറഞ്ഞാൽ ലോകത്തിന് മീതെ, ലോകത്തിൻ്റെ സകല ഭരണകൂടങ്ങൾക്കും അതീതമായ ഒരു പുത്തൻ ശക്തി രൂപപ്പെടുത്തുകയാണ് ട്രംപ് എന്ന് വേണം കരുതാൻ. അതാണ് ഇതിന്റെ യഥാർത്ഥ ഭീഷണി എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.